അപ്പോൾ ഗൈസ് നമ്മുടെ തമ്മനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ ചലഞ്ചിൻ്റെ ഒരു തമ്മനയിൽ. അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി സ്പൈസി ഗ്രാബ്സ് ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഈ പിടിച്ചപ്പോഴെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു മൈ ചാനൽ. ലെറ്റ്സ് ഗോ ഗൈസ്. തുടങ്ങാം. നമുക്ക് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. മുന്തിരിയുണ്ട്. മുന്തിരി ഇനി കഴുകിയിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. കഴുകണം. ഞാനിത് കഴുകും. ഇവിടെ എന്തേലും മുന്തിരി കഴിവോ? മൊത്തം എടുത്തോ? മൊത്തം എടുത്തിട്ട് ഒരു കുറച്ച് ഉപ്പും മുളകും കൊണ്ട് ഇട്ടു. അങ്ങനെ കഴിച്ചു നോക്കാം. അതിന് ഒരു വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. ഉപ്പും മുളകും എന്തിനാ പുളി എന്തിനാ പുളിയുടെ അരപ്പന്തര ഒഴിച്ച് പുളിയില്ലേ വെള്ളത്തിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് പുളി ഇട്ടിട്ട് അതിന് അത് വെച്ച് തന്നെ ഇങ്ങനെ ഇട്ട് പിഴിഞ്ഞ് മറ്റേ ആ പുളി വെള്ളത്തിനെ തന്നെ എടുത്ത് അതിലിടും. സൂപ്പറാണ്. ഈ പ്രണവ് കൊച്ചു എന്നുള്ള ആ ചാനലിൽ കണ്ടേന്. നോക്കാം കേട്ടോ. വേർ ആർ യു? നിങ്ങൾ എവിടെയാണ്? വി ആർ യു പ്ലേസ്? പക്ഷെ ചോദ്യം ഇങ്ങനെ ആയിരുന്നെങ്കിലോ, നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു? അയ്യോ, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് ഞാൻ പറയും കേട്ടോ. ഇത് ഫസ്റ്റത്തെ വീഡിയോ ആണ്. രണ്ടാമത്തെ വീഡിയോ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിനെ കുറിച്ച്. ഇത് ചാനലായിരുന്നു വെച്ചാൽ എവരിഡേ ഇംഗ്ലീഷ് വിത്ത് സോണിയ. അല്ല, ഇവരത് നിങ്ങൾ പഠിച്ചാൽ കിട്ടില്ല പോലെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും കേട്ടോ. എല്ലാം സൂപ്പറായിട്ട് പറഞ്ഞു തരും കേട്ടോ. അടിപൊളി ക്ലാസ്. എന്താണ് ആ ശബ്ദം? എന്തെങ്കിലും കൊടുത്ത് നിങ്ങൾ കണ്ടോ? ഇത് എത്രാമത്തെ പറഞ്ഞാൽ 28ാമത്തെ വീഡിയോ ആണ്. ഞാൻ ചാനൽ പറഞ്ഞുതരാം. എവരി ഡേ ഇംഗ്ലീഷ് വിത്ത് സോണിയ. അത് നിങ്ങൾ അടിച്ചു നോക്കിയത്. ഈ വീഡിയോയിൽ ഞാൻ അടിച്ചു നോക്കിയത് സൂം ചെയ്യാൻ അടുത്ത് വെച്ച് കാണിച്ചു. ഇതാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ്. സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് അടിച്ചാൽ എപ്പോഴും നല്ല ഈ ടീച്ചറിൻ്റെ ഇത് വരും. അപ്പം അത് കണ്ടാൽ എത്ര എണ്ണം ഉണ്ടോ അത്രയും കണ്ട് നോക്കാം. നിങ്ങൾ ഇഷ്ടപ്പെടും. ഓരോ ദിവസം എത്ര കാണാൻ പറ്റുമോ അത്രയും 33 ഉണ്ട് ക്ലാസ്. നിങ്ങളിത് ഇട്ട് കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി ചെയ്യും. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല, എഴുതിയെടുക്കുന്നില്ല. നമുക്ക് പിന്നെ എടുക്കാം കേട്ടോ. കുറച്ച് കഴിഞ്ഞ് എടുക്കാം കേട്ടോ. മുന്തിരി എടുത്തിട്ടുണ്ട്. മൊത്തം എടുക്കണമെങ്കിൽ എടുത്തോ. അത്രയും മതി. പിന്നെയാണ് ഞാൻ എല്ലാവരും തിന്നോളാം. എരിവുണ്ടെങ്കിൽ കുറച്ച് ഉണ്ട് കേട്ടാ. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. എനിക്ക് എരിവെല്ലാം ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കാം. അതിനുള്ള സെറ്റപ്പ് ചെയ്യട്ടെ. ഇത് നമുക്ക് മുളക് എടുത്തിട്ടുണ്ട്. ദൂരം മതി കേട്ടാ. മതി. ആരാണ് മുളക് ഇടാം. എത്ര ഇടുന്നത് കേട്ടാ. കൂടുതലിട്ട എരിഞ്ഞ് തൊഴും. രണ്ട് ചോദ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, എപ്പോഴാണ്. ഓക്കെ
അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കുമ്പോ അത് കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നമ്മൾ എങ്ങനെ ചോദിക്കും? നിങ്ങൾ ഇന്നലെ ജോലി ചെയ്തു ഇച്ചിരി കുറവാണ് തോന്നിട്ട്. അതിൽ മുക്കി തിന്നാ ഒന്നും വരുന്നില്ല. ചെയ്തോ ഇല്ലയോ, ഇന്നലെ ജോലി ചെയ്തോ ഇല്ലയോ മാത്രമാണ്. അതുകൊണ്ടാണ് ഇച്ചിരി വേണം കേട്ടാ. മുളക് ഉത്തുപൂര മതി, ഉത്തുപൂര ഇപ്പൊ ഇട്ട അളവിന് ഉത്തുപൂര മതി. ആ സ്പൂണിന്റെ അത്ര ഇത് മതി. സ്പൂണ് പിന്നെ did you work വേണ്ട, did you work yesterday മാത്രം മതി. ഈ ചോദ്യം നോക്കൂ. ഞാൻ വിളിച്ചപ്പോൾ ഉപ്പുണ്ടാ നോക്കട്ടെ. ചെയ്യുകയായിരുന്നു അതെ ഏട്ടാ. പക്ഷേ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഞാൻ നോക്കിയില്ലേ കേട്ടത്. അവിടെ കണ്ടെത്താൻ വന്നിരിക്കുന്നത് യു ആണ് പാസ്റ്റ് ടെൻസ് വരണം. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ജോലി ചെയ്യുക സ്പൈസ് ഇതിൽ ചേർത്തിട്ടുണ്ട്. നല്ല ഉണ്ട് സ്പൈസി. അടിപൊളി കണ്ടോ സ്പൈസി. നമുക്ക് തുടങ്ങാം സുഹൃത്തുക്കളെ. ഈറ്റിംഗ് ചലഞ്ച് തുടങ്ങിയിരിക്കുകയാണ്. തുടങ്ങാം. വിട്ടൊന്നും വാരി. ഇഷ്ടമാണോന്ന് ചോദിക്കാൻ ഡു യു ലൈക്ക് എന്ന് ചോദിച്ചാൽ മതി അല്ലേ? ഇഷ്ടമല്ലേന്ന് എങ്ങനെ ചോദിക്കും? ഡോണ്ട് യു ലൈക്ക്. ഡു യു ലൈക്കിന്റെ നെഗറ്റീവ് നമുക്ക് അവിടെ വച്ചിട്ട് ചെയ്യാം. ഡോണ്ട് യു ലൈക്ക് ഐസ്ക്രീം. ലെറ്റ്സ് ഗോ ഗൈസ്. അവരെവിടെ എത്തി എന്നുള്ള ആ ഒരു വേർഡ് കൂടെ വന്നിട്ടുണ്ടാവും. having they reached the station, അത് സ്റ്റേഷനിൽ എത്തിയില്ലേ അങ്ങനെ ചോദിക്കണമെങ്കിൽ യൂണിറ്റ് ഉപയോഗിക്കാം. പക്ഷെ വെറുതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിയില്ലേ എന്ന് ജനറൽ ആയിട്ട് പറയാൻ റൈറ്റ് ആണ് കുറച്ചുകൂടെ നാച്ചുറൽ ആ ഒരു വേർബ് യൂസ് ചെയ്യുന്നത്. having they arrived yet എന്ന് ചോദിക്കാം. പക്ഷെ അതിന്റെ വ്യത്യാസമുണ്ട്. ട്രെയിൻ ഇനിയും പോയില്ലേ, അതായത് ഇതുവരെ പോയിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ട്രെയിനിനെ കുറിച്ചാണ് പറയുന്നത്. ട്രെയിൻ എന്ന് പറയുമ്പോൾ അത് സിംഗുലറാണ്. യു ഒന്നുമല്ല, ട്രെയിൻ ആണ് സത്യം. അപ്പോൾ ഹാസ് യൂണിയൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നെഗറ്റീവ് ക്വസ്റ്റൻ ആണ്. എന്താ പറയുന്നത്? ഹാസിൻ ദ ട്രെയിൻ ലെഫ്റ്റ് യെറ്റ്. ഇതുവരെ ട്രെയിൻ പോയിട്ടില്ലേ. ഹാസിൻ ദ ട്രെയിൻ ലെഫ്റ്റ് യെറ്റ്. അപ്പോൾ പോവുക, ഒരു സ്ഥലത്ത് നിന്ന് വിട്ട് പോവുക എന്നുള്ളത് നമ്മൾ ലീവ് ഉപയോഗിക്കുമല്ലോ. ആ ലീവിന്റെ മൂന്നാമത്തെ ഫോം വേർബ് ഫോമാണ് അല്ലേ, അതാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ആദ്യത്തെ ഒരു നമ്മൾ ഹാവ് കഴിഞ്ഞിട്ട് അറൈവ്ഡ് എന്ന് പറയുന്നത് അതിന്റെ വേർബ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അത് ഓർത്തേക്കണം. അപ്പൊ ഇവിടെ ഹാസ് ദ ട്രെയിൻ ലെഫ്റ്റ്. ഇതേപോലെ കൂടുതൽ എരിവിട്ടാൽ കണ്ടിട്ടില്ലേ, അതായത് ചെയ്തിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. കാണുകയെന്ന് വെച്ചാൽ സീ എന്നുള്ള അർത്ഥം കേട്ടോ, കണ്ട് പരിചയപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇവിടെ ഹാവിങ് ടു ഗോ നെറ്റ് ബിഫോർ മീറ്റ് എന്നുള്ളതിന്റെ വേർബ് ഫോമാണ് നെറ്റ്. അതാണ് ഈ പറഞ്ഞത്. ഹാവിങ് യു ടു അല്ലെങ്കിൽ ഹാവിങ് യു ഗോ നെറ്റ് ബിഫോർ. ഇനി നമ്മൾ കുറച്ച് മോഡൽ വേർബ്സ് വെച്ച് വരുന്ന തരം ക്വസ്റ്റ്യൻസ് കാണിച്ചത്. അപ്പോൾ ഇങ്ങനെ എനിക്ക് ചോദിക്കണമെങ്കിൽ എന്ത് പറയുന്നത്? നീ എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കും. സഹായിക്കുമോ. വിൽ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കും അല്ലേ. വിൽ യു ഹെൽപ്പ് മീ, ഇങ്ങനെ സഹായിക്കില്ലേ. അവിടെ യു ഹെൽപ്പ് മീ വോണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. വിൽ നോട്ട് അതിൻ്റെ ഷോർട്ട് ഫോം ആണ്, അതിൻ്റെ കൺട്രാക്ഷൻ ആണ് വോണ്ട്. അപ്പോൾ വോണ്ട് യു ഹെൽപ്പ് മീ എന്ന് വെച്ചാൽ എന്നെ സഹായിക്കില്ലേ എന്നാണ്. മനസ്സിലായത്? അടുത്ത നോക്കൂ. നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അവിടെ എങ്ങനെ ചോദിക്കും? ക്യാൻ യു ഹിയർ മീ. ഇവിടെ കണ്ടോ, നിനക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ സാധാരണ ചോദിക്കുക. നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ. പക്ഷെ അവിടെ ഇംഗ്ലീഷിൽ ഞാൻ പറയുന്നത് അതൊന്നും വേണ്ട, ക്യാൻ യു ഹിയർ മീ മാത്രമേ. പക്ഷെ ഇവിടെ നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലേ എന്ന് ചോദിക്കണമെങ്കിലോ അവിടെ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയി അല്ലേ. പറ്റുന്നുണ്ടോ എന്നല്ല, പറ്റുന്നില്ലേ. അപ്പോൾ ഈ ക്യാനിൻ്റെ നെഗറ്റീവ് ഫോം യൂസ് ചെയ്യും. അതെന്താണ്? കേട്ടോ. പക്ഷെ അതിൻ്റെ ഷോർട്ട് ഫോം യൂസ് ചെയ്യണം.
Can't you hear me? Can't you hear me? നിനക്കെന്നെ കാണാൻ പറ്റുന്നില്ലേ? Can't you see me? നിനക്കെന്നെ സഹായിക്കാൻ സാധിക്കും. Can't you help me? ഇതേപോലെ വേറൊരു ഡെഗ്രിഫിക്കേഷൻ. നീ നാളെ സ്കൂളിൽ വരികയും Would you come to school tomorrow? Would you come to school tomorrow? ഊണ് ഉടനെ തയ്യാറാവില്ലേ? ഇന്ന് വേഗം റെഡി ആവില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ എന്ത് ചോദിക്കും? വീഡിയോ പിന്നെ ഇടുന്നുള്ള ചാർജ് കുറവാണ്. ഇവിടെ ഞാൻ ചോദിച്ചത് തയ്യാറാവില്ലേ എന്നാണ്. ആവുക, ആവില്ലേ, അവിടെയാണ് നമ്മൾ ഈ ബി കൊണ്ടുവരുന്നത്. റെഡി ആവില്ലേ എന്ന്. അപ്പൊ അവിടെ ബി റെഡി എന്നുള്ളത് ലഞ്ച് ബി റെഡി. അപ്പോൾ അയാൾ ദേഷ്യപ്പെടില്ലേ, ഒച്ചയെടുക്കില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ പക്ഷെ ഇനി ഇങ്ങനെ ചോദിക്കണം. അയാള് എന്നാണെങ്കിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ എങ്ങനെയാണ് അവിടെ നമ്മൾ ആ ബി കൊണ്ടുവരുന്നത് മനസ്സിലായതോ? എന്തെങ്കിലും കാര്യം ആകില്ലേ പിന്നെ എടുക്കാം. പൊളി ആയിരുന്നു കേട്ടോ. അടിപൊളി വീഡിയോ നമുക്ക് ഈ വീഡിയോ എൻഡ്. അപ്പം ദിസ് വീഡിയോ എൻഡ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അടുത്ത പുതിയ വീഡിയോയിലേക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അടുത്ത പുതിയ വീഡിയോയിലേക്കും ബൈ. ആ പ്ലം